നമസ്കാരം. നമ്മുടെ ഈ തിരക്കിട്ട ജീവിതമില്ലേ, ഈ ഓട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ചിലപ്പോൾ അത് സ്നേഹമാവാം, അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള ഒരു കരുതലാവാം. മഞ്ജുനാഥൻ ആറിന്റെ കാളക്കുട്ടിയുടെ സ്വപ്നം പുല്ലേ എന്ന ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചില നഷ്ടങ്ങളെക്കുറിച്ചാണ്. ഇത് കഥാകൃത്ത് ഓർത്തെടുക്കുന്ന ഒരു കാലമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, സമയം നോക്കാതെ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ. ഇന്നത്തെ ലോകത്ത് നമുക്കിത് സങ്കൽപ്പിക്കാൻ പോലും പറ്റുമോ? ഈ ഒരു ഓർമ്മയാണ് ഈ കഥയുടെ ആത്മാവ്. അപ്പോ ഈ പറയുന്ന ക്ലോക്കുകളില്ലാത്ത ലോകം അത് ശരിക്കും എങ്ങനെയായിരുന്നു? വാ, നമുക്ക് ആ പഴയ ഗ്രാമത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതൊരു ഗ്രാമം എന്നതിലുപരി ഒരു വലിയ കുടുംബം പോലെയായിരുന്നു. അവിടുത്തെ കൂട്ടുപൊങ്ങൽ പോലുള്ള ആഘോഷങ്ങൾ എല്ലാവരുടേതുമായിരുന്നു. കബഡി കളിക്കുമ്പോൾ ടീം എന്നതിനപ്പുറം അതൊരു ഗ്രാമത്തിന്റെ കളിയായിരുന്നു. ഒരാളുടെ വീട്ടിൽ കല്യാണം വന്നാൽ സഹായിക്കാൻ എല്ലാവരുമുണ്ടാകും. ഒരു ദുഃഖം വന്നാൽ ആ വേദന പങ്കുവയ്ക്കാനും ആ ഗ്രാമം മുഴുവൻ ഒന്നിച്ചുണ്ടാകും. പക്ഷേ ഈയൊരു മനോഹരമായ ജീവിതം, അതിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പതിയെ പതിയെ എല്ലാം മാറിമറിയാൻ പോവുകയായിരുന്നു. ഒരു പുതിയ ചിന്താഗതി ആ ഗ്രാമത്തിലേക്ക് പതുക്കെ കടന്നുവന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്. നോക്കൂ, ഒരു വശത്ത് സമൂഹവും ബന്ധങ്ങളും സന്തോഷവും നിറഞ്ഞൊരു കാലം, മറുവശത്തോ പണവും കടമകളും ഓരോ നിമിഷവും ഭാരമായി തോന്നുന്ന ഒരു പുതിയ ലോകം. പഴയ മൂല്യങ്ങൾ പതിയെ ഈ പുതിയ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴിമാറി തുടങ്ങി. ഈ മാറ്റം വന്നത് സ്വാഭാവികമായിട്ടായിരുന്നു. കാരണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, വീട്ടിലെ നല്ല സൗകര്യങ്ങൾ വേണം. ഇതിനൊക്കെ പണം ഒരു ആവശ്യമായി വന്നു. ആ പണം തേടിയാണ് പലരും ഗ്രാമം വിട്ട് നഗരങ്ങളിലേക്ക് പോയത്. തിരികെ വന്നപ്പോൾ അവർ ആ നഗരത്തിന്റെ ശീലങ്ങളും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഈയൊരു വലിയ സാമൂഹിക മാറ്റം ഒരു സാധാരണ കർഷകന്റെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിച്ചത്? അവരുടെ ജീവിതത്തെ അതെങ്ങനെയാണ് തകിടം മറിച്ചത്? അതിജീവനത്തിനു വേണ്ടി അവർ കൊടുത്ത വില എന്തായിരുന്നു? അതാണ് കഥ ഇനി പറയുന്നത്. ആ കുടുംബത്തിന്റെ ജീവിതം ഒരു യന്ത്രം പോലെയായി മാറി. നോക്കൂ, പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്നു, പശുവിനെ കറക്കുന്നു, 4 മണിക്ക് ആ പാല് വിതരണം ചെയ്യാൻ പോകുന്നു. മാസം അവസാനം കുറച്ച് പണം കിട്ടും. പിന്നെയും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു. കഥാകൃത്ത് പറയുന്നതുപോലെ ഈ കാലഘട്ടത്തിന്റെ സിസ്റ്റം ഓടിക്കുന്ന ഒരു യന്ത്രം മാത്രമായി അവർ മാറി. പക്ഷേ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എല്ലാവരും മറന്നുപോയ ഒരു ജീവനുണ്ടായിരുന്നു, ആ പശു. പണമുണ്ടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി അത് മാറി. അതിന്റെ വേദനയോ വിശ്രമമോ ആരും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കരയാൻ പോലും ശബ്ദമില്ലാതെ വേദനിച്ച മറ്റൊരമ്മയായിരുന്നു ആ പാവം പശു. ഇവിടെ വെച്ചാണ് ഈ കഥയുടെ ഏറ്റവും വൈകാരികമായ, ഏറ്റവും ഹൃദയഭേദകമായ ഒരു നിമിഷത്തിലേക്ക് നമ്മളെത്തുന്നത്. തന്നാൽ കഴിയുന്നതെല്ലാം നൽകി ഒടുവിൽ ആ പാവം പശു തളർന്നു വീഴുകയാണ്. ഒരു വല്ലാത്ത ഭാരത്തോടെ തകർന്ന മനസ്സുമായി ആ കർഷകനന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു. ആ ഉറക്കത്തിൽ അയാളുടെ മനസ്സ് അയാളോട് സംസാരിക്കാൻ തുടങ്ങി, ഒരു സ്വപ്നത്തിലൂടെ. ആ സ്വപ്നത്തിൽ എന്താ കണ്ടതെന്നു? ആ ചെറിയ കാളക്കുട്ടി അത് പതുക്കെ അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പതിയെ വിളിക്കുകയാണ്, അമ്മേ എന്ന്. സ്വന്തം കുഞ്ഞിനെ ഊട്ടുന്നതുപോലെ സ്നേഹത്തോടെ അവർ അതിന് പാൽ കൊടുക്കുന്നു. ഒരുപക്ഷേ അതാ കർഷകന്റെ ഉള്ളിലെ കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ആ വാത്സല്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കാം. അപ്പൊ കഥാകൃത്ത് നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യം ഇതാണ്: ഇതൊരു വെറും സ്വപ്നമായിരുന്നോ, അതോ എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടുപോയ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹബന്ധത്തിന്റെ ഒരു ഓർമ്മയായിരുന്നോ അത്? കഥ ഇവിടെ തീരുന്നില്ല. കാരണം എഴുത്തുകാരന് ചിലതുകൂടി പറയാനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നിലവിളി തന്നെയായിരുന്നു. ഇത് കേവലം ഒരു കഥാപാത്രം പറയുന്നതല്ല. സ്നേഹത്തെയും ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന, മനുഷ്യനെ ഒരു യന്ത്രമാക്കി മാറ്റുന്ന ഈ പുതിയ ലോകത്തോടുള്ള എഴുത്തുകാരന്റെ തന്നെയൊരു പൊട്ടിത്തെറിയാണ് ഈ വാക്കുകൾ. അവസാനമായി ഈ കഥ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ച് നിശബ്ദമായി വേദനിക്കുന്ന ഓരോ കർഷകനും, ഓരോ അമ്മയ്ക്കും, ഓരോ ആത്മാവിനും വേണ്ടിയുള്ള ഒരു സമർപ്പണം. ഈ കഥ നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ഓട്ടത്തിനിടയിൽ, ഈ പുരോഗതിക്ക് വേണ്ടിയുള്ള പാച്ചിലിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നിശബ്ദമായി വേദനിക്കുന്ന ആരൊക്കെയുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. മഞ്ജുനാഥൻ ആർ.